ഒരു പുഷ്പം മാത്രമേ. ഇന്ന് ലീവായത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ കേട്ടോണ്ട് നമുക്ക് അടുക്കളയിൽ നിന്ന് പണിയെടുക്കാം കേട്ടോ. അപ്പോൾ അരി വെന്ത് നോക്കുകയാണ് ഞാൻ. അപ്പോൾ അരി വെന്ത് എനിക്കൊന്ന് സജീഷറിനോട് ചോദിക്കണം. എന്തിക്കാ സജീഷേട്ടാ? എന്തിക്കാ? അപ്പം അത് കേട്ട് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കേട്ടോ. പിന്നെ ഞാൻ വേഗം ഇന്ന് പയറിൻ്റെയും കായിൻ്റെയും ഉപ്പേരി ഉണ്ടാക്കുന്നത്. പയറും കായും മുറിച്ച് 2-3 പച്ചമുളക് കൂട്ടിയിട്ട് വെള്ളത്തിൽ വേവിച്ചിട്ടാട്ടോ ഞാൻ. അല്ലാതെ ചില സമയത്ത് വാട്ടിയെടുക്കലുണ്ട്, പക്ഷെ ഇന്ന് ഞാൻ വെള്ളത്തിലിട്ട് വേവിച്ചതാണ്. പിന്നെ ഇന്ന് മോര് കറി വെക്കാമെന്ന് വിചാരിച്ച്. കാരണം നമ്മളെ മകൾക്കൊക്കെ ലീവ് ആയതിനെ കൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട കറി മോര് കറി കേട്ടോ. അതുകൊണ്ട് ലേശം പച്ചമുളകിൻ്റെ കൂടെ ലേശം മുളക് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അരച്ച തേങ്ങയുള്ളത്, അതുകൊണ്ട് തന്നെ അരയ്ക്കുന്ന ബുദ്ധിമുട്ടില്ല. അപ്പം തന്നെ എല്ലാം ക്ലീനാക്കി വെച്ചിട്ട് പിന്നെ മത്തി ഉണ്ടായിരുന്നു, അത് നല്ലോണം മുളക് കൂട്ടി വെച്ച് അരച്ച തേങ്ങയിലോട്ട് ലേശം ജീരകവും ലേശം മഞ്ഞപ്പൊടിയും ആ തൈരും കൂട്ടിയിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ വിസിൽ വന്ന്. പിന്നെ ഇതാ ദേവുവിൻ്റെ പനി കഴിഞ്ഞ് എഴുന്നേറ്റൊരു രൂപമായിട്ടത്. പിന്നെ കുഞ്ഞൂരി സിധുവിൻ്റെ മുടി വെട്ടി കേട്ടോ. അപ്പോൾ ഇതാണ് മുടി വെട്ടിയ രൂപം. ഇപ്പം എല്ലാവരും TV കാണുന്ന തിരക്കിലാണ്. പിന്നെ സരീഷേറിൻ്റെ വണ്ടി കഴുകുക. കാരണം ലീവ് കിട്ടുമ്പോഴാണ് ഈ പരിപാടികളെല്ലാം നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ മുടി വെട്ടി കഴിഞ്ഞപ്പോൾ സിദ്ധുവിനെ കാണാൻ നല്ല സൂപ്പറായിട്ടുണ്ടേ ഇല്ലേ? സൂപ്പറായിട്ടില്ലേ? പിന്നെ മോര് കറിക്ക് ആ തേങ്ങ അങ്ങോട്ട് ഒഴിച്ച്, പിന്നെ കടുകല്ല, നമ്മൾ ഉലുവയാണ് വറവിട്ടത്. ഉലുവ വറവിട്ട് പിന്നെ മത്തി എന്നാണെങ്കിൽ അടിപൊളി മത്തിയ. കാരണം നിറച്ച് അതിൽ മുട്ടയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഞാൻ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നിരത്തി വെച്ച് അങ്ങോട്ട് പൊരിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ പോവുക. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ. ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ.